ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സ്പെയിൻ അങ്ങനെ കപ്പടിച്ചു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊണാമി ഇത് നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ പുതിയൊരു പാക്കും കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെയിൻ 2026 കൊണ്ടാണ് ഈ പാക്ക് ഇപ്പോൾ നമ്മുടെ കൊണാമി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കിടിലൻ പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. സോ ഇന്നലെ ഇതിലത്തെ മെയിൻ പ്ലെയർ നമ്മുടെ റോഡ്രി. സോ റോഡ്രി വന്നിരിക്കുന്നത് ബിഗ് ടൈം ഗാർഡായിട്ടാണ്. ആൾക്ക് ഫിനോൽ പാസ് പ്ലസ് ലോങ് റീടാക്കിളാണ് സ്കില്ല് വന്നിരിക്കുന്നത്. അറിയാലോ, ഇത്തവണത്തെ വേൾഡ് കപ്പിൽ സ്പെയിൻ്റെ കുന്തവൻ ആലോചിച്ചതിന് റോഡ്രി തന്നെയാണ്. ആൾക്ക് തന്നെയാണ് ഈ ടൂർണമെൻറ്റത്തെ ബെസ്റ്റ് പ്ലെയർ അവാർഡും കിട്ടിയത്. വെൽ ഡിസേർവ്ഡ് ആണ്. സംഭവം ശരിയാണ്, മെസ്സിക്ക് ഗോൾ അസിസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷെ ആളൊരു DMF ആണ്, അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ ആൾ അതിൻ്റേതായ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ഡിസേർവ്ഡ് പോലെ തന്നെ ആൾക്ക് ആ ഗോൾഡൻ ബോൾ കിട്ടി. ഒന്നുകൊണ്ട് പറയാല, കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ലെഫ്റ്റ് ബാക്കായ കുക്കുറയ. സോ കുക്കുറയ വന്നിരിക്കുന്നത് എഡ്ജർ ഗോസിൻ പ്ലസ് ഷാഡോ കൊണ്ടാണ്. ഇത്തവണ വേൾഡ് കപ്പിലത്തെ ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആലോചിച്ചാൽ കുക്കുറേനാണ്. അറ്റാക്കിങ്ങിൽ കണ്ടു, ഡിഫൻസിലും കണ്ടു. കുമ്പിടിയായിരുന്നു മൂപ്പര്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. മൂപ്പര് ഇപ്പോൾ റെയിൽ സൈനും ചെയ്ത് സന്തോഷമായി സത്യം പറഞ്ഞുതരിക. അതുപോലെ തന്നെ നമ്മുടെ ഫെറാൻ ടോറസ്, കുറേ അധികം അവഗണനകൾ കേട്ട ഒരു പ്ലെയറാണ് നമ്മളുടെ ഫെറാൻ ടോറസ്. ഫിനിഷിങ്ങിൻ്റെ പേരിലാണെങ്കിൽ എന്തുകൊണ്ടായിക്കോട്ടെ കുറേ അധികം ചീത്തപ്പേരാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിലത്തെ ഏറ്റവും ക്രൂഷ്യൽ ഗോൾ അടിച്ചുകൊണ്ട് സ്പെയിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ ഫെറാൻ ടോറസിന് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണാമി ഇപ്പോൾ ഫെറാൻ ടോറസിൻ്റെ കാർഡും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് അറ്റാക്കിംഗ് സെർജ് പറഞ്ഞ സ്കില്ലായിട്ടാണ് നമ്മുടെ ഫെറാൻ ടോറസിനെ കൊണാമി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന 3 കാർഡ്സ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഡാനി ഓൾമയാണ്. ഡാനി ഓൾമ വന്നിരിക്കുന്നത് സ്കിൽസ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഫിനോൽ പാസ്സാണ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീറ്റ്. പിന്നുള്ള പ്ലെയർ യമാൽ ആക്സിഷൻ ബൂസ്റ്റ് പ്ലസ് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് ആണ്. യമാൽ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചത്ര പെർഫോമൻസ് വന്നില്ല കേട്ടോ. കാരണം നമ്മൾ ക്ലബ് ലെവലിൽ ആളെ കണ്ടിട്ട് ഒരു മതിപ്പുണ്ടായിരുന്നല്ലോ. സോ അത് ഇപ്രാവശ്യം വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ കിട്ടിയിട്ടില്ല. അതായത് ഈ സീസണിൻ്റെ ആയിരുന്നു കേട്ടോ. മുമ്പ് നാഷണൽസ് ലീഗിലും പിന്നെ യൂറോ കപ്പിലൊക്കെ കിട്ടില്ല പെർഫോമൻസ് തന്നെ ആയിരുന്നു. പിന്നെ അതുകൂടെ ഉനൈ സിമോണാണ്. സോ അറിയാലോ, യൂറോപ്പിൽ തന്നെ 2 മികച്ച ലീഗത്തെ ഗോൾഡൻ ഗ്ലവ് വിന്നേഴ്സ് ഉണ്ടായിട്ടും അവിടെ ലാഫൂഞ്ചെ നമ്മുടെ സ്പെയിൻ്റെ കോച്ച് എടുത്തത് ഈ മുതലിനാണ്. ആളുടെ ബുക്കിൽ ഏറ്റവും ബെസ്റ്റ് ഇയാളായിരിക്കും, അതുകൊണ്ടായിരിക്കും. സോ ഉനൈസിമോ വന്നിരിക്കുന്നത് GK സ്പിരിട്രോ അച്ചാക്ക് ട്രിഗർ പറഞ്ഞ സ്കില്ലായിട്ട് കേട്ടോ. സോ ചെങ്ങായിക്കാണ് ഗോൾഡൻ ഗ്ലവ് കിട്ടിയിരിക്കുന്നത്. ഡിസേർവ്ഡാണ് വെച്ച് കഴിഞ്ഞാൽ 7 ക്ലീൻ ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഡിസേർവ്ഡാണ് വെച്ചാൽ ഡിസേർവ്ഡ് തന്നെയാണ്. എന്നാലും ആളെയും കാട്ടി നല്ല പെർഫോമൻസ് വെച്ചാൽ ഗോൾ കീപ്പേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒസീൻ ആയിക്കോട്ടെ, പിക്ഫോർഡ് ആയിക്കോട്ടെ, ഫൈനലിൽ എമിലിയാനോ മാർട്ടിനസ്. സോ അങ്ങനെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്, ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും വന്നിരിക്കുന്നത് ഇന്ന് ഇതിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കയ്യിലിപ്പോൾ 4145 കോയിൻസ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് എന്തായാലും ഇതിന്ന് നമ്മുടെ ടാർഗറ്റായ റോഡ്രിനെ എടുത്തു കൊടുക്കാൻ വെച്ച് നോക്കി നോക്കാം. കിട്ടിയാൽ മതിയായിരുന്നു. റോഡ്രി വന്നിരിക്കുന്നത് ഫിനോൽ പാസ് പ്ലസ് ലോങ് ടാക്കിളാണ്. അതുപോലെ തന്നെ ആൾ വന്നിരിക്കുന്നത് ഓർക്കസ്ട്രേറ്റർ കേട്ടോ. ഇത് ആങ്കർമാൻ റോഡ്രി ആണെങ്കിൽ ഒന്നുകൂടി പൊളിച്ചേനെ. എന്തായാലും കൊണാമി ഓർക്കസ്ട്രേറ്റർ കൊണ്ടുവന്നു. ആൾ ഓർക്കസ്ട്രേറ്റർ രീതിയിലാണ് കളിച്ചായിരുന്നു. കിട്ടില്ല ബ്രേക്ക് പാസും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു. വെച്ചാൽ ഡിഫൻസീവിലേക്ക് അധികം കോൺട്രിബ്യൂഷൻ ചെയ്തില്ല, നല്ല ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. കിട്ടിലായിട്ട് ഇൻ്റർസെപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കുബാസിൽ എപ്പോഴത്തേക്ക് അവിടെ സേഫായിട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ പറഞ്ഞ റോഡ്രി അത്രയ്ക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കണമുണ്ട് അവിടെ. അപ്പോൾ ആൾ അതിൻ്റെ രീതിയിലുള്ളൊരു ഇതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി എന്താ അറിയില്ല, ആങ്കർമാനായിരുന്നു നമുക്കൊന്നുകൂടി ഇഷ്ടം. നോക്കാം നമുക്ക് ഇന്ന് ആരെ കിട്ടുമെന്ന്. മെയിൻ ടാർഗറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ റോഡ്രി കേട്ടോ. സോ റോഡ്രിനെ കിട്ടിയാൽ മതിയായിരുന്നു. നോക്കാല്ലേ, കറക്കന്നെ അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ. പിന്നെയല്ലേ ടാർഗറ്റ് യമാല് കിട്ടിയാൽ കൊള്ളാം. കുക്കുറയ നല്ല അണ്ടർ റേറ്ററാട്ടാ. ഞാൻ റൈഡിക്ക് കൊണ്ടുപോകുന്നത് നന്നായി. നോക്കാം. ഫസ്റ്റ് പിങ് കൊടുക്കാട്ടോ. അപ്പോൾ ക്യാൻസൽ 900. ലെറ്റ്സ് ഗോ. എടാ അതെന്താ? CB ആണ് കേട്ടോ. കുബാസിയാണോ ഫസ്റ്റ് ടൈം തന്നെ? അപ്പോൾ ബേസ് ഇതാണ്, ഫീച്ചേർഡാണ്. ലെപ്പോർട്ടാണ്, എമറിക് ലെപ്പോർട്ടാണ്. ലെപ്പോർട്ടല്ലേ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ലെപ്പോർട്ടൊന്നും പറയല്ല, കിട്ടലിനായിരുന്നു മൂപ്പര്. റോഡ്രിനെ മെയിൻ ടാർഗറ്റ്. റോഡ്രിനെ കിട്ടണം. റോഡ്രിനെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. ന്യൂ ട്രിക്ക് അൺലോക്ക്ഡ്. ഓക്കെ, റോഡ്രി, യമാൽ. ഇതിലേ പ്രോബിലിറ്റി കൂടുതലാണല്ലോ. 150 പ്ലേസിൻ്റെ 6 എപ്പിക് പ്ലസ് ബിഗ് ടൈം ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രോബിലിറ്റി കൂടുതലാണ് കിട്ടാൻ. അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ട്രൈ ചെയ്തോ. ഷോർട്ട് ടൈമാണ് ബാക്കി 5 പ്ലേസ്. ബിഗ് ടൈമായിട്ട് റോഡ്രി മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടിയും
നിങ്ങളൊരു ബാഴ്സലോണ ഫാനാണ്, അതുപോലെ തന്നെ നിങ്ങളൊരു സ്പാനിഷ് ടീം പ്ലെയർ ആണ്, അല്ല ഫാനാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടാണ്. കാരണം ഇതിൽ സ്പെയിൻ്റെ 1, 2, 3 പ്ലേസ് ഉണ്ട്. പ്ലസ് ലാമാസിയ പ്രൊഡക്റ്റായ കുക്കുറയും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ അടുത്ത ട്രൈ എന്തായാലും കൊടുക്കാം കേട്ടോ. 900 നോക്കാം. എടാ ഷോർട്ട് ടൈം ആണ്, ഞാൻ ബിഗ് ടൈം വിചാരിച്ചാ. ബ്ലാക്ക് ആനിമേഷൻ and it's all by കുക്കുറയാണോ? എടാ റോഡ്രി പ്ലസ് കുക്കുറയാ ബ്രോ. എടാ ടാർഗറ്റിനടിച്ച് പൊളിച്ച് സാരം കിട്ടി. 2 ടാർഗറ്റ് അച്ഛനാ. റോഡ്രി മെയിൻ ടാർഗറ്റ് ആയിരുന്നു, സാരം കിട്ടിട്ടോ. റോഡ്രി പ്ലസ് കുക്കുറയാ, ഒന്നും പറയാല. ടോപ്പ് പൊളിച്ചു പോരാ, അതൊന്നും പറയാല. ഉത്തേ സാറ് കിട്ടി. പെട്ടത് സാധനം പൊട്ടിയപ്പോൾ വിചാരിച്ച് റോഡ്രല്ല, നിരാശപ്പെട്ടു. ഷോർട്ട് ടൈം പൊട്ടിയത്, പക്ഷേ അപ്പുറത്ത് ബിഗ് ടൈം ഉണ്ടായിരുന്നു. സാധനം എന്തായാലും കിട്ടിയിട്ട് രക്ഷപ്പെട്ട്. സോ ടാർഗറ്റ് ആയിരുന്നു. എന്നാലും നമുക്ക് സ്പിന്നിലേക്ക് പോവാം. സോ യമാല്, ഡാനി ഓൾമോ, ഫെറാൻ ടോറസ്, ഉനൈ സിമോൺ. ഇനി 4 പ്ലേസും കൂടിയായിട്ട് നമുക്ക് വേണ്ടത്. സോ നോക്കി നോക്കാൻ കിട്ടുമോന്ന്. നേരത്തെ പോലെ ട്രിക്ക് യൂസ് ചെയ്താലോ. നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ട യമാല. അപ്പോൾ യമാലിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സാധനം കിട്ടിയിട്ടോ. ഞാൻ കൊണാമി ഒന്ന് ചാമ്പും വിചാരിച്ചാണ്, സാധനം കിട്ടി. എന്തായാലും നമുക്ക് നോക്കാൻ. ക്യാൻസൽ 900 കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത് കൊണ്ടിട്ടുണ്ട്, നോക്കാം. GK ഷോർട്ട് ടൈം ആവാൻ ചാൻസ് ഇല്ല. റെമീറോ, ഇത് റിയൽ സോസറാഡല്ലേ? എസ്പാനോൾ റിയൽ സോസറാഡ്. കാരണം ഇതിൻ്റെ ഇത് വേറെ ആണല്ലോ, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ലോഗോ വേറെ എനിക്ക്, അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടോ. നമുക്ക് 900 കൊടുക്കാണ്ട് പിന്നെ ഫുള്ളോ 100. നമുക്ക് എന്തായാലും ആദ്യം 100 വെച്ച് പടയ്ക്കാം. ഓക്കെ, സോ ഫസ്റ്റ് 100 അടിച്ചില്ല എന്ന് വരാം, നോക്കാം. എടാ GK, എടാ ഉനൈ സിമോൺ അടിച്ചറാ. പ്രോബിളിച്ച് കൂടുതലാ പറഞ്ഞില്ലേ താരത്തിന്, പ്രോബിളിച്ച് ഭയങ്കര കൂടുതലാ. ഉനൈ സിമോണിനെ കിട്ടി. 3 എപ്പിക്കാണ് 4000 കോയിനെ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. 3ാമത്തെയാണ് അച്ഛനാ. ഒരു ബിഗ് ടൈം പ്ലസ് 2 ഷോർട്ട് ടൈം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. എടാ സീൻ ഒന്നും പറയാല. കിടിലം ബാക്ക് ഓപ്പണിങ്. അടുത്ത 100 പൊട്ടിക്കാം. എടാ എന്നാലും തെഗരെ. ഇനി മച്ചയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന്. ഒന്നും പറയാല കേട്ടോ, മച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ വലിയ എങ്ങാനും എടുത്തത് കിട്ടിക്കഴിഞ്ഞാണല്ലോ. ഇനി ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ കിട്ടിയതൊക്കെ ബെസ്റ്റ്, ഒന്നും പറയല. ഇനി കിട്ടുകയാണെങ്കിൽ ബോണസ്, അത്രേ ഉള്ളൂ. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അമ്മാതിരി ഇറക്കലുണ്ട്. അവിടെ പോയി പെട്രോ ഇപ്പോഴും കളിക്കണ്ടില്ലേ? 2010 വേൾഡ് കപ്പ് അടിക്കുമ്പോഴാണ് പ്ലെയറാ പെട്രോ. ഇപ്പോഴും കളിക്കുന്നു മൂപ്പര്. അടുത്ത 100 ലെഫ്റ്റ് വിങ് ഫോർവേഡ്. എടാ അലക്സ് ബീൻ അല്ല ഇത്? അവൻ ബിഗ് ടൈം അല്ല ഇതല്ല, ഷോർട്ട് ടൈം അല്ല. കുഴപ്പമില്ല, എന്തായാലും സ്പെഷ്യൽ പ്ലെയറാണ്. ചെക്കനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 100 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 900 സ്പിന്നുണ്ട്. അതിൽ ബാക്കിയുള്ള പ്ലെയറിനെയും കൂടി കിട്ടിയാൽ പൊള്ളിക്കും. CFO ഇതാരാ? റൗൾ ഗാർസിയാണ്. ഓക്കെ, ഇനി എന്തായാലും ഉള്ളത് ആ 900 യമാൽ, ഫെറാൻ ടോറസ്, ഓൾമോ. എന്തായാലും മെയിൻ ടാർഗറ്റ് യമാലിനെ ഇട്ടിട്ട് ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. ഇവൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 3 പ്ലേസ് നമുക്ക് വേണതിൽ. 3 പേരൊക്കെ കിട്ടണേ മുത്തേ. ആരും കിട്ടിയില്ലെങ്കിലും വിഷയമൊന്നുമല്ല. ഇനി ലാസ്റ്റ് സ്പിന്നാണ്. കാരണം ഓൾറെഡി 2 പ്ലേസിന് നമ്മൾ 3 പ്ലേസിന് നമ്മൾ തൂക്കിക്കഴിഞ്ഞു. ഇനി കിട്ടിയ ബോണസ് അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം. സോ 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ. അത് മതി. ഇല്ലടാ, കുഴപ്പമില്ല. കിട്ടിയില്ലടാ. എന്തപ്പ ലാഭല്ലേ, നഷ്ടമല്ലല്ലോ. ഇവിടെ പ്രോഫിറ്റ് അല്ലേ നമുക്ക് കിട്ടിയതിപ്പോൾ. 4100 കോയിനെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്മൾ എത്ര സ്പിൻ ചെയ്ത് ഇതുവരെ എത്തിച്ചതറാ. എന്തപ്പം നഷ്ടമുള്ള? ഒരു നഷ്ടമില്ല, ലാഭം മാത്രം മുത്തേ.
ഒന്നുകൊണ്ടും പേടിക്കാല്ല. അക്കൗണ്ട് ഓണറിന് എന്തായാലും ലാഭമാണ് കിട്ടിയിരിക്കണേ. എന്തായാലും ഇനി നമുക്ക് അവിടെ പോയിട്ട് ട്രെയിൻ ചെയ്ത് വിടാം എല്ലാച്ചിനും. ഓക്കെ ഇടുക്ക് മുത്തേ. ഓനെന്തത് ഫുള്ള് ഗെയിം പ്ലേ ലിസ്റ്റ്. എടാ ഓൻ പുതിയ പ്ലെയർ പോകുന്നുണ്ട് കേട്ടോ. ഓൻ ലോട്ടറി കേട്ടോ. അപ്പോൾ നോക്കട്ടെ. എടാ ഓൻ പുതിയ പ്ലെയർ തന്നെയാടാ. ഓൻ്റെ അധികം ഫ്രീ പ്ലേയേഴ്സ് ഇല്ല അങ്ങനെ. എന്തായാലും കിട്ടിയവന്മാരെടാ. ലെഫ്റ്റ് ബാക്കിൽ കുക്കുറേയ. ഇനിയിപ്പോൾ DMF റോഡ്രി, ഉനൈ സിമോൺ, ഈ 3 കിട്ടിയുള്ളൂ. അതെ. സോ ചെക്കൻ പുതിയ പ്ലെയറാണ്. വേറെ അക്കൗണ്ട് പോകുന്നുണ്ട് കേട്ടോ. ലെവൽ ട്രെയിനിങ് കൊടുക്കാം നമുക്ക് ആദ്യം. ട്രെയിനേഴ്സൊന്നും ഉണ്ടാവില്ല അല്ലേ? അയ്യോ ട്രെയിനേഴ്സൊന്നും ഇല്ലടാ. ട്രെയിൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. കുഴപ്പമില്ല. സാധനം എന്തായാലും ഇതാണപ്പോൾ പ്ലെയേഴ്സിൻ്റെ അല്ല റോഡ്രിയുടെ സ്റ്റാറ്റ്സ് ടെസ്റ്റ് കാണിക്കാം. റോഡ്രി ഇത് ഫുൾ ട്രെയിൻ ആയിട്ടില്ല കേട്ടോ. ചെക്കൻ്റെ പുതിയ അക്കൗണ്ട് പോകുന്നുണ്ട്. ഇത് മേ ബി അതായിരിക്കാം. 35 വരെ പോകേണ്ട ലെവല്. കുഴപ്പമില്ല. എന്തായാലും 3 പ്ലേയേഴ്സിനെ എടുത്തു കൊടുക്കാൻ പറ്റി. ലാഭമല്ലേ, നഷ്ടമില്ല ബ്രോ. അപ്പോൾ എന്തായാലും സാധനം എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്തായാലും പാക്ക് ഓപ്പണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പാക്ക് കറക്കിയോ ഇല്ലയെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ. ഞാൻ എന്തായാലും മെയിൻ അക്കൗണ്ടിൽ പോകണില്ല. കാരണം നമുക്ക് ഇതിന്ന് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ കുക്കുറേനെ എടുക്കാനേ താല്പര്യപ്പെടുള്ളൂ. കാരണം റയൽ മാഡ്രിഡിക്ക് ഒന്നുമില്ല പ്ലെയർ. റോഡ്രിയുടെ ആണെങ്കിൽ ആങ്കർമാൻ കാർഡല്ല, ഓർക്കസ്ട്രേറ്ററാണ്. അവിടെയാണെങ്കിൽ നമുക്ക് പിർലോ ഉണ്ട്, മത്യൂസ് വേണമെങ്കിൽ കളിക്കാണ്ട്, സിദോർഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അധികം അതിലേക്കൊന്നും പോകണില്ലടാ. അതുകൊണ്ടട്ടെ, വേറെ ഒന്നല്ല. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ആര് കിട്ടിയ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.